ബിഗ് ബ്രാൻഡിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കോട്ടക്കൽ ചങ്കുവെട്ടിയിലെ വിമാർട്ട് ഹൈപ്പർ മാർക്കറ്റിലാണ്. വിമാർട്ട്, we serve you the best. Supermarket, home appliances, fashion area, main road, ചങ്കുവെട്ടി, കോട്ടക്കൽ. വിമാർട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ നല്ല തിരക്കാണ്, ഭയങ്കര ബിസിയാണ് എല്ലാവരും, നല്ല പർച്ചേസിങ്ങിന്റെ തിരക്കിൽ. വേറെ ഒന്നുമല്ല ഇതിന് കാരണം, നമ്മുടെ മലപ്പുറം ജില്ലയിലെ തന്നെ, മലപ്പുറം ജില്ല എന്നതിലുപരി കേരളത്തിലെ തന്നെ ഏറ്റവും വിലക്കുറവുള്ള ഏറ്റവും വലിയ ഷോറൂമാണ് നമ്മുടെ ഈ ഒരു വിമാർട്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോയിലെ വിമാർട്ടിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് എൻട്രിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ ഇവിടെയുള്ള ഈ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്താണ് ഇന്ന് ഇത്രയും ബിസി ആയിരിക്കുന്നതെല്ലാം. സോ നമ്മൾ വിമാർട്ടിനകത്താണ്, ബില്ലിംഗ് സെക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഭയങ്കര ബിസിയാണ്, നല്ല റഷ് ടൈമാണിത്. സോ ഞാനിവിടെ കയറി വന്നപ്പം കണ്ടൊരു സ്പെഷ്യാലിറ്റിയാണ്, നമ്മുടെ ലൈഫിൽ ദൈനംദിനത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ഡിസ്പ്ലേസ് വരുന്നത് ഇവിടെ. സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹെയർ കെയർ, പെർഫ്യൂംസ്, ഷാംപൂ, കണ്ടീഷണർ, നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള എല്ലാവിധ പ്രൊഡക്ട്സും, അതും ഒരുപാട് നല്ല ബ്രാൻഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ വിമാർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല അടിപൊളിയായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ സെക്ഷനിലെ സ്റ്റാഫിനോട് ചോദിക്കാം അല്ലേ, ഇവിടെയുള്ള ബ്രാൻഡ്സ് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന്. മാം പ്ലീസ്. ഇവിടെ ഞാൻ കണ്ടതിൽ എല്ലാ ബ്രാൻഡ്സും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ്, ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഡോവിന്റെ ഉണ്ട്, ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നുണ്ട്, ട്രെസ്മി, ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. പ്രൈസിനും നല്ല ചേഞ്ച് ഉണ്ട് അല്ലേ? ഉണ്ട്, ഒരുപാട് ഡീലായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ബ്രാൻഡ്. ഇപ്പോൾ നമ്മുടെ ലോറിയലൊക്കെ മലപ്പുറം ജില്ലയിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ട്രേസം, പിന്നെ അങ്ങനെ ഒരുപാട് നല്ല ബ്രാൻഡ്സിന്റെ എല്ലാവിധ പ്രൊഡക്ട്സും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഷാംപൂ, കണ്ടീഷണർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹെയർ കെയർ, പെർഫ്യൂംസിന്റെ ഒക്കെ സെക്ഷനിലാണ്.
സോ അതിനുശേഷം വരുന്നത് ഹെയർ ഓയിൽ, ഹെയർ ക്രീം, പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് അങ്ങനെയുള്ള സെക്ഷനിലാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ എന്താ ഇങ്ങനെ നോക്കി നടക്കുന്നത്, അത്രയധികം കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. എനിക്ക് ക്യാമറയിലേക്ക് പോലും നോക്കാൻ സമയമില്ല, അത്രത്തോളം നമ്മളിങ്ങനെ, പ്രത്യേകിച്ച് ലേഡീസ് ആണല്ലോ, നമ്മളിങ്ങനെ എല്ലാ സെക്ഷനിലും നോക്കി നിന്ന് പോകുന്ന അത്ര കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് ഈ സെക്ഷനിലേക്ക് പോവാം അല്ലേ ഇനി. സോ ഹെയർ കെയർ ഓയിൽ അങ്ങനെ നമ്മൾ ഓറലിന്റെയും പിന്നെ ഹെയർ കെയർ സെക്ഷനാണ് കവർ ചെയ്തിട്ടുള്ളത്. ഞാൻ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ലേഡീസ് അല്ല ഇപ്പം നമ്മുടെ ഈ സെക്ഷനിലുള്ളത്. രണ്ടുപേരുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. എക്സ്ക്യൂസ് മീ, പേരെന്താ? അബ്ദുൾ റൌഫ്. രാഹുൽ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാണ്, ഇപ്പോൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്ഷനിലാണല്ലോ കടന്ന് കറക്കം, എന്താണ് തിരയുന്നത്? വേണമായിരുന്നു, അപ്പോൾ ഇതിങ്ങനെ എന്താ ചൂസ് ചെയ്യാന്നുള്ള ഒരു കൺഫ്യൂഷൻ. യെസ്, നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം അത്രയേറെ കളക്ഷൻസ് ആണ് നമ്മുടെ വിമാർട്ടിലുള്ളത്. ഓക്കെ, ഇന്നത്തെ ഇപ്പൊ ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? അതാണ് ഈ രണ്ടെണ്ണം ഫോഗ് ആണ്. എങ്ങനെയാ സെലക്ട് ചെയ്യാന്നുള്ള കൺഫ്യൂഷനിലാണ് അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വിമാർട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ മലപ്പുറം ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ? ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ചും ഒരു 10-15 ദിവസം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വരാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, അവർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല എന്തുകൊണ്ടാണ് ഇവിടെ ഈ നമ്മുടെ വിമാർട്ട് സജസ്റ്റ് ചെയ്യുന്നത്? ഉണ്ട്, പിന്നെ എന്താ പറയുക, റേറ്റ് നമ്മുടെ ഇപ്പോൾ സാധാരണ ഒരു മാർക്കറ്റിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് റേറ്റ് വളരെ കുറവാണ്. റേറ്റ് അഫോർഡബിൾ ആണ് നമുക്ക്, റേറ്റ് ആണ്, അതുപോലെ നമ്മുടെ ബഡ്ജറ്റിന് എപ്പോഴും കറക്റ്റ് ആണ് അല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയും ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യല്ലോ അല്ലേ. ഓക്കെ, then bye. നമ്മൾ ഒരുപാട് സെക്ഷൻസ് ഇങ്ങനെ കവർ ചെയ്ത് വന്നു. ഇപ്പോൾ നമ്മളുള്ളത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് രണ്ടും കൂടെ സെക്ഷനിലാണ്. നല്ല തിരക്കാണ് ഇവിടെ. നമുക്കൊന്ന് എല്ലാവരുടെയും ബിസിക്ക് ഇടയിൽ ഒന്ന് കയറി പോവാം അല്ലേ. സോ ഇവിടെ വെജിറ്റബിൾസിനൊക്കെ, ഇന്നത്തെ വെജിറ്റബിൾസിന്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയണ്ടേ? നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ പൈസ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ, നമ്മൾ 1 റുപ്പി എന്ന് പറയാറുണ്ട്, 1 പൈസ എന്ന് പറയാറില്ല. ബിക്കോസ് അങ്ങനെ ഒരു ചാൻസ് നമുക്കിപ്പോൾ കിട്ടാറില്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ 17 പൈസക്ക് ഇവിടെ ഒരു ഐറ്റം ഉണ്ട്. എന്തായിരിക്കും? എനി ഗസ് ഉണ്ടാവോ? നമുക്ക് നോക്കാം. ഇതാ 17 പൈസക്ക് 1 kg ആണോ ഒരാൾക്ക്? ഓക്കെ, 1 kg ടൊമാറ്റോ, തക്കാളിക്ക് ഇവിടെ ഇന്ന് 17 പൈസ മാത്രമേ ആവുന്നുള്ളൂ. 1 കിലോ തക്കാളിക്കാണ് 17 പൈസ. സോ നമുക്കിന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ പോലും 17 പൈസക്ക് ഒരു സംഭവം കിട്ടില്ല അല്ലേ. 1 റുപ്പിക്ക് പോലും ഒരു തക്കാളി കിട്ടുമോ? ഇല്ല. ആ സമയത്താണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വിമാർട്ടിൽ ഇന്നത്തെ ഈ ഓഫർ വരുന്നത്. ന്യൂ ഇയർ ഓഫർ ആയിട്ട് 17 പൈസയാണ് 1 kg ടൊമാറ്റോയ്ക്ക് ഉള്ളത്. ഈ ഒരു ഓഫറിനെ കുറിച്ച് എന്ത് തോന്നുന്നു? 17 പൈസക്ക് തക്കാളി കിട്ടുമ്പോൾ ഇതൊരു സംഭവം തന്നെയാണ്. 17 പൈസക്ക് അല്ലേ? അതെ, വലിയ സംഭവം തന്നെ. കാരണം ഇങ്ങനെയൊക്കെ പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കും എന്ന് പറയാൻ പാടില്ലെങ്കിലും വളരെ നന്നായിട്ടുണ്ട് പരിപാടി. കാരണം ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് അല്ലെ. പിന്നെ വേറെ കൊടുത്തിട്ട് എന്താ കാര്യങ്ങള്? നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് പ്രയോജനമുള്ള രൂപത്തിൽ കൊടുക്കണം. അപ്പൊ നല്ല അഭിപ്രായമാണ്, മോശമായി പറയാൻ പറ്റുമോ? താങ്ക് യു സർ. സോ നമ്മൾ കേട്ടില്ലേ, 17 പൈസക്ക് ഇന്നൊന്നും കിട്ടില്ല. നമുക്ക് പല സൂപ്പർ മാർക്കറ്റ്സിലും ഓഫേഴ്സ് വരുന്നത് പാക്കറ്റ് ഫുഡ്സിനും അല്ലെങ്കിൽ അവരുടെ തന്നെ സ്പെഷ്യൽ പ്രൊഡക്ട്സിനുമാണ്. പക്ഷെ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സിനാണ് ഇവിടെ ഏറ്റവും ലെസ് പ്രൈസ് എന്ന് പറയുമ്പോൾ 17 പൈസ എന്നൊക്കെ പറയുന്നത് ലെസ് എന്ന് പറയുന്നത് ഏറ്റവും ലെസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് വരുന്നത്. സോ എല്ലാവരും നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ തന്നെ എല്ലാ കസ്റ്റമേഴ്സും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഓഫർ. കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഹലോ സർ, പേരെന്താ? കബീർ.
ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? മാം മുങ്ങിയല്ലോ. ഓക്കെ, എന്താണ് നമ്മുടെ വിമാറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ വിമാറ്റ് സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള റീസൺ? സെലക്ട് ചെയ്യാൻ റീസൺ എന്ന് പറഞ്ഞാൽ വിലയിൽ കമ്മിയുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമല് പുറത്ത് കിട്ടുന്നതായിട്ടും കുറവായിട്ട് നമുക്കിപ്പോഴും തോന്നുന്നുണ്ട്, കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നോക്കി പറിച്ചത് ഇപ്പോൾ തക്കാളിൻ്റെ അവസ്ഥ തന്നെ നോക്ക് 17 പൈസയാണ്. ഇതിപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത്. ഇതാണ് നമ്മൾ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ടല്ലേ, എങ്ങനെയാണെന്നും കൂടെ അറിയേണ്ടി വരും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ വിമാറ്റിൽ ഫസ്റ്റ് ടൈം ആണോ അതോ? അല്ലല്ല, ഇതിൽ ഇപ്പോൾ നമ്മൾ സുഹൃത്തുണ്ട് ഇതിൽ. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിൽ ഓഫേഴ്സും കാര്യങ്ങളും വരണമെങ്കിൽ അവർ നമ്മൾ വിട്ടുതരുന്നുണ്ട്. ഓഫേഴ്സ് എങ്ങനെയാണ് അറിയാറ്? നോർമലി സോഷ്യൽ മീഡിയാസ് വഴിയാണോ അതോ? സോഷ്യൽ മീഡിയസ് വഴിയാണ്. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് വഴി നമ്മളെ സുഹൃത്ത് നമുക്ക് ഓരോ ഓഫർ വരുമ്പോൾ നമുക്ക് വിട്ടുതരുന്നുണ്ട്. അതിൻ്റെ കയ്യിൽ ഇപ്പോൾ നമുക്ക് അവിടുന്ന് വേണം. പിന്നെ അല്ല അവിടുന്ന് നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യണം ചെയ്യുന്നതാണ്. താങ്ക് യു. സോ വാട്സപ്പ് സോഷ്യൽ മീഡിയാസ് വഴിയും നമ്മുടെ ഈ ഒരു വിമാർട്ട് നമ്മുടെ ജനങ്ങളിലേക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എത്തിക്കുകയാണ്. ഇന്നത്തെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നമ്മുടെ വിമാർട്ടിൽ വരുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഡേയിലെ എങ്ങനെയൊക്കെ നമ്മുടെ ഈ ട്രാഫിക് ആയാലും ബ്ലോക്ക് ആയാലും അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു പർച്ചേസിങ്ങിന്റെ ടൈമൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളതാണ് നമ്മുടെ വിമാർട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോസ് റൈസസിന്റെ ഒരു ഏരിയയിലാണ്. ഒരുപാട് കാറ്റഗറീസിലുള്ള റൈസസ് ഉണ്ട് ഇവിടെ. സർ പേരെന്താ? ചന്ദ്രകുമാർ. എന്താണ് റൈസിന്റെ സെക്ഷനിലാണല്ലേ? റൈസ് സെക്ഷനിലല്ല, പച്ചരി എടുക്കാൻ വേണ്ടി. ഓക്കെ, എന്താണ് നമ്മുടെ ഈ ഒരു വിമാർട്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ? ഒന്നുമില്ല, ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, പിന്നെ അതിൽ നമ്മളെ കുറെ റീബേറ്റും കാണുന്നുണ്ട്, അത്രേ ഉള്ള ഓഫേഴ്സൊക്കെ ഉണ്ട്, കുഴപ്പമില്ല തോന്നുന്നു. എക്സ്ക്യൂസ് മീ. ഹലോ മാം, പേരെന്താ? വിദ്യ. എന്ത് ചെയ്യുന്നു? ഞാൻ മിംസിലെ ഡോക്ടറാണ്. ഓക്കെ മാം, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വിമാർട്ടിന്റെ ഓഫേഴ്സും പ്രൈസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കൊള്ളാം, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കൊള്ളാം. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി തോന്നുന്നു? മറ്റുള്ള സൂപ്പർ മാർക്കറ്റ്സിനെ അപേക്ഷിച്ച് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ? ബെറ്ററാണ്, ഓഫേഴ്സ് കൊള്ളാം. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്, കുറേ നല്ല ഓഫേഴ്സൊക്കെ കണ്ടു. അപ്പോൾ വീണ്ടും വരില്ലേ? വന്ന് നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. നല്ല ചോയ്സ് ഉണ്ട്, എല്ലാത്തിലും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ സെക്ഷൻസ് കവർ ചെയ്തു. ഇപ്പോൾ ഉള്ളത് ടീ, കോഫി, പിന്നെ പാക്കറ്റ് ഫ്ലോസ്, അതുപോലെ ഹെൽത്ത് ഡ്രിങ്ക്സ്, മിൽക്ക് പൗഡർ, പായസം മിക്സ്, അങ്ങനെ ഒരു വലിയ സെക്ഷനിലാണ്. സോ ഇവിടെ നമ്മുടെ ഒരുപാട് വലിയ ബ്രാൻഡ്സിൻ്റെയും നോർമൽ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഒരുപാട് കോഫീസ് ആൻഡ് ടീസ് കാണുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ട്, നമ്മുടെ ഈ ഹോർലിക്സ്, ബോൺവിറ്റ, പീഡിയാഷ്യൂർ, ബോസ്, അങ്ങനെ കുറേ നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യ അതുപോലെ GCC കൺട്രീസിലേക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. സോ നമ്മൾ പിന്നെ ഈ കാണുന്നത് പായസ മിക്സ് സെക്ഷനാണ്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. എക്സ്ക്യൂസ് മീ മാം. ഹലോ. നന്നായിട്ട് അടിപൊളിയായിട്ട് പോകുന്നത്. ഞങ്ങൾ സ്ഥിരം കസ്റ്റമറാണ്. മാമിന്റെ പേര്? എൻ്റെ പേര് ഷീജ. എങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് എത്തിയത്? ഞങ്ങൾ ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ വന്നു. അന്ന് തന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? നന്നായിട്ട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറെ വാങ്ങിച്ചു. ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്? ഇപ്പൊ സ്ഥിരമായിട്ട് വരാറുണ്ട്. നമ്മുടെ വിമാർട്ടിന്റെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമറാണ്. അപ്പൊ മാമിനോട് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ വിമാർട്ട് മാം പുറത്തുള്ള സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ വിമാർട്ടിനെയും മറ്റുള്ള സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് എന്തെങ്കിലും ഡിഫറൻസ് മാമിനെ ഫീൽ ചെയ്തു? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക, നമുക്കെല്ലാം സൗകര്യമായിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉദ്ഘാടനത്തിന്റെ അന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ, അത്രയും ഭയങ്കര തിരക്കായിരുന്നു. ഒരു പൊടി സ്ഥലം ഉണ്ടായിരുന്നില്ലേ അവിടെ. പിന്നെ വന്നാൽ നമ്മളെല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് ചോയ്സസ് ഇല്ലേ ഇവിടെ? ചോയ്സസ് ഉണ്ട്, ഒരുപാടുണ്ട്. നമുക്കെല്ലാം ബെഞ്ചാരാസിന്റെ ഒക്കെ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ബ്രാൻഡ്സ് ഒരുപാടുണ്ട്, കിട്ടുന്നുണ്ട്. നമുക്ക് കുറെ കിട്ടാത്ത സാധനങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നിനും പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഇല്ല, എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങള്. മാമിന് ഇവിടെ വന്ന പിന്നെ പുറത്ത് പോയി ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മുടെ വിമാർട്ടിലുണ്ടെന്നാ പറയുന്നത്. മാമിന് ഒരു ഗിഫ്റ്റ് കൊടുത്താലോ? അതിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ആവാം അല്ലേ? ഞാനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻസർ പറഞ്ഞ മാമിന് നമ്മുടെ വിമാർട്ടിന്റെ നല്ലൊരു ഗിഫ്റ്റ്. മാം തനിച്ചാണോ വന്നിട്ടില്ലേ? ആരെ കൂടെ ഉള്ളത്? എവിടെയാ? എല്ലാവരും മാമിന്റെ കൂടെ മകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരും നല്ല പെർച്ചേസിന്റെ തിരക്കിലാണ്. സോ മാമിനോട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആവാം അല്ലേ?
അകലും തോറും അടുക്കുന്നതാര്? തോറും അടുക്കുന്നത് ഇപ്പം എന്താ പറയുക, ഒന്ന് സ്നേഹമുണ്ട്, പിന്നെ ഫണ്ണി ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പിരിയും തോറും അടുക്കും, അങ്ങനെയും പറയാം. ക്വസ്റ്റ്യൻ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിലൊരു കറക്റ്റ് ആൻസർ ഉണ്ട്. അടുക്കുന്ന വെച്ചാൽ തൈരാണോ? നമ്മൾ പാല് പിരിച്ചിട്ടല്ലേ എടുക്കുന്നത്. ഉണ്ടാവുന്നല്ലേ? എന്നാലും കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിരിക്ക് നമുക്ക് ക്ലൂ ഒക്കെ കൊടുക്കാം അല്ലേ? മാം സ്ഥിരം കസ്റ്റമർ ആണ്, ഗിഫ്റ്റ് എന്തായാലും കൊടുക്കണം എന്നല്ലേ? അതുകൊണ്ട് പിരിയും തോറും എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന, വീട്ടിൽ പുറത്തൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം. പുറത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് അറിയില്ല. കയറ് പിരിക്കുന്നതാണോ? കറക്റ്റ് ആൻസർ കയറാണ്. പിരിയും തോറുമാണ് അടുക്കുന്നത് കയറ് അല്ലേ? ഇട്ട് തന്നാ വാങ്ങിക്കാം. അപ്പൊ പിരിയും തോറും അടുക്കുന്നത് ആരെന്നായിരുന്നു നമ്മുടെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? റെഡിയാണ് മാം? എന്ത് ഗിഫ്റ്റ് ആയിരിക്കും? എനിക്കൊന്നും അറിയില്ല. എന്തായാലും നമ്മളെ വിമാർട്ട് അങ്ങനെ ചെറിയ ഗിഫ്റ്റ്സ് ഒന്നും കൊടുക്കാറില്ല എന്നറിയാലോ. അപ്പൊ നല്ലൊരു ഗിഫ്റ്റ്. സോ നമ്മുടെ വിമാർട്ടിന്റെ ഇനോഗ്രേഷൻ മുതൽ ഇന്ന് വരെ നമ്മളോടൊപ്പമുള്ള കസ്റ്റമർ ആയിരുന്നു. സോ നമ്മുടെ സൂപ്പർവൈസർ, വിമാർട്ടിന്റെ സൂപ്പർവൈസർ ഉണ്ട് നമ്മുടെ കൂടെ. പേരെന്തായിരുന്നു? നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനുള്ള ഗിഫ്റ്റ് മാമിന് കൊടുക്കാം അല്ലേ? സോ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് മാമിന്. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരുന്ന, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന, ഓഫേഴ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് മാം. പ്ലീസ്. എങ്ങനെയുണ്ട് മാം ഗിഫ്റ്റ്? നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. കാര്യമായിട്ട് എന്തോ ഇതിനകത്തുണ്ട് അല്ലേ? ഹാപ്പിയാണ്? പിന്നെ ഹാപ്പിയാണ്. എപ്പോഴും സന്തോഷം മാത്രമല്ലേ ഉള്ളൂ? സന്തോഷം തന്നെയുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, സൂപ്പർവൈസർ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വിമാർട്ടിന് ഇത്രയും നല്ല ഓഫേഴ്സ് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റം, കസ്റ്റമേഴ്സിന്റെ നമ്മളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് സർവീസിങ്ങിനൊക്കെ സ്പെഷ്യൽ നിങ്ങൾ കോച്ചിങ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മളെ സ്റ്റാഫുകൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കണ്ടേ? നമ്മളെ പുറത്തുള്ള മോഡൽ ഐറ്റംസ് ആണ്, ഇന്റർനാഷണൽ ഐറ്റംസ് ആണ്. ഇവിടെ ഞാൻ കണ്ടൊരു സ്പെഷ്യാലിറ്റിയാണ്, നമുക്ക് മലപ്പുറം ജില്ലയിൽ കിട്ടാത്ത ഒരുപാട് ബ്രാൻഡ്സിന്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ. സൂപ്പർ മാർക്കറ്റ് നമ്മൾ മറ്റുള്ളതിനും വ്യത്യസ്തമായി നമ്മൾ ഇതാക്കണത്, അപ്പൊ അതിന്റെ കളക്ഷൻസ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. മാം ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. മാമിന് നല്ല സൂപ്പർ ഒരു ഗിഫ്റ്റ് കൊടുത്തു. സോ നമ്മളിപ്പോൾ വീണ്ടും ആ സെക്ഷൻ തന്നെയാണുള്ളത്. നമ്മുടെ ഈ ഒരു വിമാർട്ടിൽ എല്ലാ സെക്ഷൻസിലും 2 സ്റ്റാഫ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനിലെ 2 സ്റ്റാഫ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, പേരെന്താ? മുഹമ്മദ് ആസിഫ്. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ വിമാർട്ടിലെ സർവീസിംഗ് ഒക്കെ? കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയാണ്? അഭിപ്രായമാണ്, എല്ലാവർക്കും നല്ല കുഴപ്പമില്ലാത്ത അഭിപ്രായമുണ്ട്. പിന്നെ നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഒരുപാട് പറയുന്നുണ്ട്. സ്റ്റാഫുകളോടും അവർ അതേപോലെ ഞങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിനും കുഴപ്പമില്ലാതെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ബ്രാൻഡ് വരികയാണോ, അതോ നോർമൽ എല്ലാ ബ്രാൻഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഉണ്ട്. ഡബ്ലൗസിന്റെ ഈസി പാലപ്പം ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള സംഭവമാണ്. അതാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിൽ വരുന്ന കസ്റ്റമേഴ്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഈ ഒരു സെക്ഷനിലുള്ളത് നമ്മുടെ ഈ 2 സ്റ്റാഫ്സ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ വരുമ്പോ ഇവരുടെ അടുത്ത് ചോദിച്ചാൽ മതിയല്ലേ, ഇവിടെ എന്തൊക്കെയുണ്ടോ ഈ ഒരു സെക്ഷനിൽ എന്ത് വേണമെങ്കിലും. എല്ലാ സെക്ഷനിലും സ്റ്റാഫ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് പാക്കറ്റ് ഫ്ലവേഴ്സിന്റെ സെക്ഷനിലാണുള്ളത്. ഇവിടെ ഒരു ചേച്ചി ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര്? സ്വപ്ന. ഓക്കെ, എവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഐറ്റം ഏതാ? അത് ഡബ്ലോസിന്റെ പാലപ്പം, ഈസി പാലപ്പം. ചേച്ചിയാണ് പാലപ്പത്തിന്റെ ഈ ഒരു സെക്ഷൻ കവർ ചെയ്യുന്നത് അല്ലേ? ഞാൻ ഡബ്ലോസിന്റെ പ്രൊമോട്ടറാണ്. ഡബ്ലോസിന്റെ പ്രൊമോട്ടർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഡബ്ലോസിന്റെ ഈ സെക്ഷനിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാ. എങ്ങനെയാണ് ഡബ്ലോസിന്റെ ഈ പാലപ്പം മാത്രമാണോ, അല്ലാതെ ഏതൊക്കെ ഐറ്റംസാ കൂടുതൽ മൂവിങ് ഉള്ളത്? ഏതൊക്കെ ഐറ്റംസ് വെച്ചാൽ ഐപ്പറിന്റെ പോകുന്നുണ്ട്. ഐപ്പറിന്റെ നല്ല മൂവിങ് ആണ്. ഡബ്ലോസിന്റെ ഉണ്ട്, പിന്നെ ബ്രാഹ്മിൻസ്, ഈസ്റ്റേൺ ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡബ്ലോസിന്റെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്പെഷ്യൽ കോച്ചിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാറുണ്ടോ? അങ്ങനെ ഞങ്ങള് ക്യാരക്ടർ എല്ലാം ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ.
അപ്പോൾ നമ്മളെ സാധനങ്ങൾ നല്ല മൂവിങ് ആവണം, അത്രേ ഉള്ളൂ. പ്രൊമോട്ടറിൻ്റെ കടമ അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ ഏരിയ എന്നാലും നോക്കും. ഫുള്ള് കവർ ചെയ്യുന്നത് ചേച്ചിയാണ് അല്ലേ? എങ്ങനെ ഇവിടെ മൂവിങ് എന്താണ് ഈസി പാലപ്പാണ് ബ്ലൗസിൻ്റെ. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ അതെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ചേച്ചി, താങ്ക് യു. എക്സ്ക്യൂസ് മീ, ഹലോ, പേരെന്താ? അശ്വതി. ആശ. എന്ത് ചെയ്യുന്നു? ഞാൻ BDS കഴിഞ്ഞു. ഞാൻ ടീച്ചറാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടൈം ആണോ വിമാട്ടില്? അല്ലല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് വരാറ്. സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ ആണ്. അപ്പൊ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ സ്ഥിരമായിട്ട് വരണമെങ്കിൽ. റീസണബിൾ പ്രൈസാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഷോപ്പിംഗ് ആണ്. ചോയ്സസ് ഒക്കെ എങ്ങനെയാ ഇവിടെ? എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ കയറുമ്പോൾ പിന്നീട് വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന് വേറൊരു ഷോപ്പിൽ കയറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏത് സെക്ഷനിലാണ്? എന്തൊക്കെയാണ് ഇന്ന് പർച്ചേസ് ചെയ്യാനുള്ളത്? സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. രണ്ടുപേരും ട്രോളിയൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് പർച്ചേസ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ഇവിടുന്ന് നമ്മൾ മറ്റുള്ള ഷോപ്സിലൊന്നും പോയിട്ട് കിട്ടാതെ ഇവിടുന്ന് മാത്രം കിട്ടുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഫുഡ് ഐറ്റംസ് ഒരുവിധം എല്ലാം കിട്ടും, എല്ലാ ടൈപ്സും കിട്ടും. കോസ്മെറ്റിക്സ് അങ്ങനെ എന്തെങ്കിലും എന്തൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഫുഡ് മാത്രമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്, പക്ഷെ അത്രയും കൂടെ എത്തിയിട്ടില്ല. എന്നാലും ഞാൻ ഇനിയും തടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഫുഡ് ഐറ്റംസ് മാത്രമാണ് കൂടുതൽ. അതെ, ഒരുവിധം എല്ലാം അവൈലബിൾ ആണ്. ഫുഡ് ഐറ്റംസ് കുറച്ച് അവൈലബിൾ ആണ് ഇക്കാളും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി വീണ്ടും വരില്ലേ? ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്. താങ്ക് യു. സോ നമ്മുടെ ഈ ഒരു ഓറൽ സ്കിൻ കെയർ സെക്ഷൻ, അപ്പൊ ഇവിടെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഹലോ സർ, പേരെന്താ? നിരാസ്കർ. ഇവിടെ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? ഓക്കെ, എത്രല്ല പഠിക്കുന്നത്? 3-ല്. സർ ഇവിടെ ഫസ്റ്റ് ടൈം ആണല്ലേ? ഇവിടെ ഇപ്പൊ സ്റ്റാർട്ടിങ് പർച്ചേസിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് ഇവിടെ വരാനുള്ളൊരു ആഡ് കണ്ടിട്ടാണ്? അപ്പൊ ഓഫേഴ്സ്, ഇന്നത്തെ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ അറിയോ? ഇന്ന് 17 പൈസക്കാണ് നമ്മുടെ തക്കാളി 1 kg. അതുപോലെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ സാർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു കുസൃതി ചോദ്യം. ആരോട് ചോദിക്കണ്ട? മോന്റെ അടുത്ത് ചോദിക്കണോ സാറിന്റെ അടുത്ത് ചോദിക്കണോ? ആരെങ്കിലും ആൻസർ, നമുക്ക് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പറയാലോ. ടഫ് ആവണോ? വേണ്ട അല്ലേ, കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഗിഫ്റ്റ് ഉണ്ട്. ആ ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കയ്യിലിടാൻ പറ്റാത്ത വള. കയ്യിലിടാൻ പറ്റാത്ത വള. ക്ലൂ കൊടുക്കാം അല്ലേ? ക്ലൂ കൊടുത്താലോ? വേണോ? ക്ലൂ തന്ന ഗിഫ്റ്റിന്റെ പകുതി എനിക്ക് തരണം. ഗിഫ്റ്റിന്റെ പകുതി തരില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ക്ലൂ കൊടുക്കാം അല്ലേ? ഒരു ജീവിയുടെ പേരാ. കണ്ടു, ഇവിടെ ഉമ്മാക്ക് അറിയാം ആൻസർ. നമുക്ക് ഉമ്മാടെ അടുത്ത് ചോദിക്കാം അല്ലേ? തവള കറക്റ്റ് ആൻസർ ആണ്. തവളയാണ് ആൻസർ. കേട്ടോ, ഉമ്മ കറക്റ്റ് ആൻസർ പറഞ്ഞു. അപ്പൊ ഗിഫ്റ്റ് വേണ്ട ഉമ്മ? ഓക്കെ, അപ്പൊ നമ്മുടെ വിമാർട്ടിൽ ഫസ്റ്റ് ടൈം ആണ് ഉമ്മ വരുന്നത്. ഇന്ന് എന്തൊക്കെയാ കുറെ സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടോ? കുറെ സാധനമുണ്ട്. ഇവിടെ വന്ന നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും ഉറപ്പാണ് അല്ലേ? ആദ്യമായിട്ട് വരാൻ ഞാൻ പാട് ദിവസമായി വരണം എന്ന് വിചാരിക്കുന്നു. സമയം കിട്ടിയത്. ഓക്കെ ഉമ്മ, അപ്പൊ ഇന്ന് എല്ലാം ഉമ്മ വിചാരിച്ച എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഉണ്ടാവട്ടെ അല്ലേ? ഉണ്ടാവും ഉറപ്പാണ്. കാരണം നമ്മുടെ വിമാർട്ടിൽ അത്രയധികം കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു പർച്ചേസിങ് അടിപൊളിയായിരിക്കും. ഇതിലൊക്കെ ഇതിന് വില കുറവുണ്ട് ഇവിടെ. റീസണബിൾ പ്രൈസ് ആണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഉമ്മ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ എങ്ങനെ ഉണ്ടാവും നമ്മുടെ വിമാർട്ട് എന്ന്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? രണ്ടുപേർക്കും കൂടെ താങ്ക് യു. അപ്പോ ഇനിയും ഇവിടെ വരാം, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഹലോ സർ, പേരെന്താ? ഡോക്ടർ സുബീർ. ജുമൻ. എത്രല്ല പഠിക്കുന്നത്? 6th. വലിയ പർച്ചേസിംഗ് ആണല്ലേ? ഒരുപാട് ലിസ്റ്റ് ഒക്കെ കൊടുത്തയച്ചെന്ന് തോന്നുന്നു.
മാം ഫ്രീ ആയിരിക്കില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് വലിയ ലിസ്റ്റ് ആണല്ലേ. എങ്ങനെയുണ്ട്, വിമാർട്ടിൽ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അല്ല, ഇടയ്ക്ക് വരാറുണ്ട്. എന്തുകൊണ്ടാണ് വിമാർട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം? പ്രൈസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. സർവീസ് എക്സലന്റ്. സർവീസ് ആണ് ഇവിടെ. അപ്പോൾ ഇനി ഒരു ഫ്രണ്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. ഷുവർ. സജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഫണ്ണി ക്വസ്റ്റ്യൻ വേണോ? ആൻസർ പറയോ? ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ചോദിക്കാം അല്ലേ? നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫണ്ണി ക്വസ്റ്റ്യൻ ഇതാണ്. തനിച്ച് കോറസ് പാടാൻ കഴിയുന്നത് ആർക്ക്? കോറസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഓക്കെ, അപ്പോൾ തനിച്ച് കോറസ് പാടാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. കക്ഷിയുടെ പേര്? വന്നാൽ അയാൾക്ക് തീർച്ചയായിട്ടും പാടാൻ കഴിയും. ഹിസ്റ്ററി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സാറിന് അറിയെങ്കിൽ പറയാട്ടോ. രാവണൻ. കറക്റ്റ് ആൻസർ. സാറിന് ആൻസർ അറിയായിരുന്നു, പിന്നെ പറയാൻ പാടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. രാവണൻ. കക്ഷിക്ക് കുറേ തലയുണ്ടല്ലോ അല്ലേ, 10 തലയുണ്ട്. അപ്പോൾ കക്ഷിക്ക് പാടാം. സോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? ആർക്കാ, പപ്പയ്ക്ക് കൊടുക്കണോ അതോ? പപ്പയ്ക്ക് വേണ്ട, മോൾക്ക് മതി അല്ലേ? അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 ലൈൻ പാട്ട് പാടും. റെഡി അല്ലേ? പാടിക്കോളൂ. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ചൻ. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ചൻ. പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങും തരിവലയേകി, കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നു മമ്മൂട്ടി. പിച്ച പിച്ച വെക്കാൻ കൂടെ വന്നു കൈനീട്ടി. താങ്ക് യു. നന്നായിട്ട് പാടി. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നന്നായിട്ട് പാടി. ആൻസർ സാറാണ് പറഞ്ഞെങ്കിലും ഗിഫ്റ്റ് മോൾക്ക് അല്ലേ? നന്നായിട്ട് പാടി തന്നതിന് താങ്ക് യു. അപ്പോൾ ഇനിയും കാണാം അല്ലേ? കാണില്ലേ? ഓക്കെ ദെൻ ബൈ സർ. താങ്ക് യു. സോ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമ്മുടെ വിമാർട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ MD മുഹമ്മദ് സാദിഖ് സർ ആണ്. ഹലോ സർ. ഹായ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വിമാർട്ടിന്റെ ഇന്നത്തെ ഒരു 2017 ഓഫേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഓഫേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ തന്നെ കഴിയുന്നുണ്ടാവും ആളുകളുടെ തള്ളിക്കയറ്റം കാര്യങ്ങൾ. പിന്നെ മെയിൻ നമ്മൾ നോക്കുന്നത് 17 ബേസ് ചെയ്തിട്ടാണ് ഓഫറുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. 17 പൈസ എന്ന് വരുന്നത് അതുകൊണ്ടാണ്? അതെ 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 2017 ആയതുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ടാണ് ഓഫറുകൾ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ വന്നപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഒന്ന് നമ്മുടെ ഈ ഓഫേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് സർവീസിനെ കുറിച്ചാണ്. എല്ലാ സെക്ഷനിലും സ്റ്റാഫ്സ് ഉണ്ട്. ശരിക്കും നമ്മുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സെൽഫ് സർവീസ് ആണല്ലോ വരുന്നത്. പക്ഷെ ഇവിടെ കണ്ടൊരു സ്പെഷ്യാലിറ്റിയാണ്. അത് എന്താണ് അങ്ങനെ ഒരു സ്റ്റാഫ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത്? നമ്മൾ മെയിൻ കെയർ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് എല്ലാ ഐറ്റംസും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡൗട്ട്സിനുള്ള ഒരു ചാൻസ് ഇല്ല. അതെ, അതിന് വേണ്ടിയിട്ട്. സർ, അതുപോലെ ഡെയിലി ഓഫേഴ്സ് ആണോ അതോ എങ്ങനെയാണ് ഓഫേഴ്സ് വരുന്നത്? ഡെയിലി ബേസിൽ വരുന്നുണ്ട്, വീക്കെൻഡിൽ വരുന്നുണ്ട്, പിന്നെ ഓരോ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുമാണ് ഓഫറുകൾ പറയുന്നത്. എങ്ങനെ സോഷ്യൽ മീഡിയാസ് വഴിയാണോ എങ്ങനെയാണ് ഓഫേഴ്സ് മറ്റുള്ളവരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? ബ്രോഷർ വഴി എത്തിക്കുന്നുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയ ലെവലിലും ഉണ്ട്. സർ, താങ്ക് യു. വിമാർട്ടിന്റെ കുറെ ഓഫേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫറാണ്. ഓഫറല്ല, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ഒരേ ഡ്രസ് കോഡിൽ വരുന്നവർക്കുള്ള ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഡേ. സോ അങ്ങനെ ഡ്രസ് കോഡിൽ വന്ന 2 പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താ? ഷെരീഫ. സുനീറ. പാത്തുട്ടി. ഇവിടെ വീട്? സ്വാഗതമാട്. ഓക്കെ, അപ്പൊ ഇന്നിങ്ങനെ മാച്ച് ചെയ്ത് വരാനുള്ള റീസൺ എന്താ? പാർട്ടിക്ക് പോയതായിരുന്നു. പാർട്ടിക്ക് പോയതായിരുന്നു. ഒരു ഇങ്ങനെ തന്നെയാണോ നോർമലി ഡ്രസ് കോഡ് ചെയ്യാറ്? ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു ഗിഫ്റ്റ് ആവാം അല്ലേ? അപ്പൊ ഇന്നത്തെ ഒരു ഡേ സെയിം ഡ്രസ് കോഡിൽ വരുന്നവർക്ക് ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിമാർട്ട്. അപ്പൊ ഇന്നിങ്ങനെ ഒരു സർപ്രൈസ് വിമാർട്ടിന് പ്രതീക്ഷിച്ചിരുന്നോ? എങ്ങനെയാ വിമാർട്ടിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ? ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരുന്നത് അതോ? ഫസ്റ്റ് ടൈം വരുമ്പോ തന്നെ വിമാർട്ടിന്റെ നല്ലൊരു ഗിഫ്റ്റ് അല്ലേ? അപ്പൊ ഇനി ഇങ്ങോട്ട് വരില്ലേ? എങ്ങനെയുണ്ട്? നമ്മുടെ വിമാർട്ട് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഓഫേഴ്സ് ഒക്കെ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാം.
സോ നമ്മുടെ വിമാർട്ടിൻ്റെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നത് ഇവർക്കാണ്. സോ നല്ല വലിയ ബോക്സ് ഒക്കെ കാണുന്നത് എന്തോ സ്പെഷ്യൽ ഗിഫ്റ്റാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുവാണ്. രണ്ട് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും വരാം. വീണ്ടും പുതിയ പുതിയ ഓഫേഴ്സ് ഒക്കെ വരുമ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു. ബിഗ് ബ്രാൻഡിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വിമാർട്ടിന്റെ അധികം സെക്ഷൻസ് ഒന്നും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ടൈമിന്റെ ഒരു പ്രോബ്ലം കാരണം. പക്ഷെ ഇനിയും സോ ഒരു ചെറിയ സെക്ഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. 2 ഫ്ലോർസിലായിട്ടാണ് നമ്മുടെ ഈ ഒരു വിമാർട്ട് ഉള്ളത്. സോ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ വിമാർട്ടിന്റെ പുതിയ പുതിയ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളുമായിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ബബിത സൈനിങ് ഓഫ്. V-Mart. We serve you the best. Supermarket, home appliances, fashion area, main road, Changuvetti, Kottakkal.